ഈ മുറിക്കണ സമയത്ത് പറഞ്ഞാൽ ആക്കിയപ്പോൾ മുറിച്ച ഉടനെ അള്ളാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തറതു എന്ന്. പിന്നെ ദഹബൽ ലമഉ വബത്തല്ലത്തിൽ റൂഹു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നുണ്ട്. മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ അർത്ഥം പറയേണ്ടത് വയസ്സെണ്ണ സുന്നത്താണ് എപ്പോലെ ഇന്ത ഫിത്രി. ഇന്ത ഫിത്രി എന്നാണ് കേട്ടോ. മുറിക്കുമ്പോൾ പറഞ്ഞാൽ മുറിച്ച ഉടനെ. അപ്പം നമ്മൾ ആ ഈത്തപ്പഴമൊക്കെ തിന്ന് കഴിഞ്ഞ ഉടനെ അതാണ് പോലെ എന്നിട്ട് കുറിച്ചോടും. ഈത്തപ്പഴം ഒന്നെല്ലാം മുറിക്കുക, അല്ലെങ്കിൽ വെള്ളം പിടിക്കുക. ആ വെള്ളം കുടിച്ച് ആ നോമ്പട മുറിഞ്ഞാൽ ഉടനെ അത് പറയാം. കാരണം നവവിധങ്ങൾ ഇന്ത ഫിത്തിരിഹി മുറിക്കുമ്പോൾ എന്നവർ അതിന് ബിസ്മില്ലണോ ബിസ്മി ചെന്നിട്ട് നമ്മൾ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഈത്തപ്പഴം തിന്നുക. കഴിഞ്ഞിട്ടാണ് തിന്നുമ്പോഴല്ല, തിന്ന് കഴിഞ്ഞിട്ടാണ് ഇത്. അപ്പം ബിസ്മി തിന്നണ നീന്തു തിന്ന് കഴിഞ്ഞാൽ ഉടനെ ഇത്. ഞാൻ പറയുന്നത് നൈമം എന്ന ഇന്ത ഫിത്തിരിഹി മുറിക്കുമ്പോൾ എന്നാ. അപ്പോൾ തിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പറയണമെന്നാവും. അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട പിന്നെ ചെറുതങ്ങൾ പറയണേ ആക്കിപ്പോവും ഉടനെ, ശേഷം എന്നല്ല, ഉടനെ എന്നാൽ ഉടനെ തന്നെ പറയാം. അപ്പോൾ ഫ്രൂട്ട്സ് തന്നെ ജ്യൂസൊക്കെ പിന്നെ ഡിസില്ലി അതാണ് ഞാൻ പറയാം. പിന്നെ ഫ്രൂട്ട്സൊക്കെ തന്നെ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി എന്നൊക്കെയുള്ള ആ സാധാരണ ദിക്റൊന്നുമല്ല, അതൊക്കെ പറ്റില്ല. അപ്പോൾ ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഇത് പോയിന്റ് പറഞ്ഞാൽ എന്താ പറയുക, കുദ്ദിമ അല്ലാഹുമ്മ ലക സുംതു ലക എന്ന് പറഞ്ഞിട്ടില്ല, ലക സുംതു എന്നാ പറയണത്. ആ ലക എന്നുള്ളതിനെ മുന്തിച്ചുകൊണ്ട് എന്ത് കിട്ടിയായോ, ഈ കമാലുൽ ഇഖ്ലാസ്. അത് ഇഖ്ലാസിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. ആതായതല്ല അർത്ഥമല്ലാല് വറലിൻ വലാലി അഹദിൻ വരിക്കാൻ, നീ അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയുമല്ല, ഒരു കാര്യത്തിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടി മാത്രം നടത്തുന്നു. മുന്തിച്ചാൽ അങ്ങനെ അർത്ഥം എനിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ പൂർണ്ണമായൊരു ഇഖ്ലാസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വല റിസ്ക്കിക്കാന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാം, നിന്റെ റിസ്ക് എന്ന് വെച്ചാൽ വാസിരി ഇലയ്യമിൽ ഫദ്ലിക, നിന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഭക്ഷണം. ലാ ബിഹൗലി വഖുവത്തി, എൻ്റെ കൈ കൊണ്ടല്ല. ഈ ഭക്ഷണം നിന്റെ കൈ കിട്ടതല്ല, ഭക്ഷണം നിന്റെ, അതാണ് നിന്റെ റിസ്ക് കൊണ്ട് ഉദ്ദേശം. ഒക്കെ മനസ്സിലാക്കി പറയണോ. പിന്നെ പറയാണ് എന്ത്, ഇങ്ങനൊരു ഹദീസുമുണ്ട്, ദഹബൽ ലമഉ, ദാഹം പോയി, വബത്തല്ലത്തിൽ റുദു, നരമ്പുകളൊക്കെ നനഞ്ഞു, വസബത്തൽ അജ്റു, കൂലി സ്ഥിരപ്പെട്ടു ഇൻഷാ അല്ലാഹ്. ഇത് വേറൊരു ഹദീസിൽ വന്നതാണ്. ഇതും പറയുന്ന ഏതുണ്ട്, സുന്നത്തുണ്ട്. ഞാൻ മുറിച്ചോന്ന് നോമ്പ് മുറിച്ചു. നിന്റെ റിസ്ക്കിന്റെ മേൽ മാത്രം ഞാൻ നോമ്പ് മുറിച്ചു. നീ തന്ന റിസ്ക്കാണ്, ഇത് യാതൊരു കൈകൊണ്ട് പറയുന്ന റിസ്ക്കല്ല. നമ്മൾ നയിച്ചിട്ടുണ്ടാക്കിയ പൈസയാണെന്നൊക്കെ പറയും ചില ആളുകൾക്ക്. മുമ്പിലേക്ക് അങ്ങനെ പറയുന്നത് അള്ളാഹ് എന്നാണ് എപ്പോഴും പറയുന്നത്. ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്. അതൊന്നൊരു മൂമിനായിരിക്കുന്ന മനുഷ്യന് പറയാൻ കഴിയില്ല എന്നാ ഉറപ്പൂല പറയും. നയിച്ചാൽ നമുക്ക് കഴിവുണ്ടോ? നയിച്ചിട്ട് വരണം, അള്ളാഹ് തരണ്ടേ. ഇതാണ് സ്ഥാനം. പിന്നെ ഇങ്ങനെ എൻ്റെ മൂമിനിങ്ങ യാ വാസിയൽ ഫദ്ലി ഫിർലി എന്നും പാടേണ്ട ചില റിപ്പോർട്ടിൽ. യാ വാസിയൽ ഫദ്ലി വിശായമായിട്ടുള്ള തമ്പുരാനെ എനിക്ക് പുറത്ത് തരയണമേ എന്ന ആ കൂട്ടത്തിൽ ഉണ്ട്. ഒക്കെ ഹദീസിൽ വന്നതാണ്, റസൂലുള്ളാഹി ചൊല്ലിയതാണ്. ഇനി കേൾക്കണോ? വേറൊന്നും ഇങ്ങനെയുണ്ട്. വറദ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു, തങ്ങൾ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അല്ലദീ അഅനനി ഫസുംതു വറസഖനി ഫഅഖറതു. നബി തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നതാണ്. അൽഹംദു സർവ്വസ്തുതിയില്ലാഹി അല്ലാഹുക്കാണ്, അല്ലദീ എങ്ങനത്തെ അല്ലാഹുവാണ്, അഅനനി അവൻ എന്നെ സഹായിച്ചു, ഫസുംതു അങ്ങനെ ഞാൻ നോമ്പ് വെച്ചു. അപ്പോൾ ഒന്നും കൂടെ വിനയായി, ഞാൻ നോമ്പ് വെച്ചു. അത് വായിച്ചിട്ട് എന്തായിട്ട് നോമ്പ് നോറ്റു. പിന്നെ വറസഖനി അവൻ റിസ്ക് തന്നു, ഫഅഫ്തറതു അങ്ങനെ നോമ്പ് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ല. നോമ്പ് നോറ്റപ്പോൾ ഞമ്പല്ല, അള്ളാഹ് കൈ വന്നിട്ടാണ് ഒന്നിലെ പേര്. അതല്ലേ ശരി, അതാണ് ശരി. അങ്ങനെയൊക്കെ ചിന്തിക്കണോ? നോമ്പ് വെച്ചോളൂ, ഞാൻ നോമ്പ് വെച്ചോളൂ, ഞാൻ പറ്റ നോമ്പ് തന്നെയാണെന്നൊന്നും വരണ്ട. അള്ളാഹുത്തല സഹായിച്ചത് കൊണ്ട് ഇപ്പോൾ ഒരു നോമ്പ്. മനസ്സിലായോ? ഇനി സുന്നത്ത് എന്താ പറയണോ, ഉയസ്തഹബുലവ യുസ്തറ സ്വായ്മീന, നോമ്പ് നോറ്റ ആളുകളെ നോമ്പ് ഉറപ്പിക്കൽ സിംഗത്താണ്. എങ്ങനെ? യുഅസ്സിയഹും, ഓൾക്ക് നല്ല ഭക്ഷണം കൊടുക്കയോട്ടെ. ഇറച്ചി പത്തിലേക്ക് ബിരിയാണിയൊക്കെ കൊടുക്കാണ്ട് മുറപ്പിക്കൽ എന്തെൻ്റെ സുന്നത്തുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഈത്തപ്പഴം മാത്രം കൊടുക്കാനല്ല,
ഭക്ഷണം കൊടുക്കുക എന്നാണ് ഇവാഷിയർ. രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിനാണ് അസാർ എന്ന് പറയാം. നല്ലോണം ഭക്ഷണം കൊടുക്കുക. അതെന്താ കാരണം എന്നറിയോ? ഇഹബരി മൻ ഫത്ര സ്വയമൻ, ആരെങ്കിലും നോമ്പുകാരനെ നോമ്പ് മുറിപ്പിച്ചാൽ ഫലോ, ആ മുറിപ്പിച്ചയാൾക്കുണ്ട് അജറു സ്വാമിൻ, നോമ്പ് നോറ്റവൻ്റെ അതേ കൂലി. എന്നാൽ വല എൻകുസുമിൻ അജരി സ്വാമി ഷെയ്, ഓൻ്റെ കൂലി ഒട്ടും കുറയില്ല. 100 ആൾ തുറപ്പിച്ചാൽ 100 ആൾ നോമ്പിട്ട് കൂലി തുറപ്പിച്ചാൽ കിട്ടുക. ഇങ്ങോട്ട് കൂടെ പറയണേ എന്തെന്നറിയോ? ഫൈന ജസ അന്നഷായിരി, നാലോ ഇറച്ചിയും പത്തിനും കൊടുക്കാൻ ഒരാൾക്ക് കയ്യിലില്ലെങ്കിൽ ഇന്ന ഫത്തറഹും അല സുർബത്തി മോയിൻ, ഒരു മുറുക്ക് വെള്ളം കൊടുത്താലും മുറിപ്പിച്ചാണ്. അത് സ്വീകരിക്കാൻ ഒരു കുപ്പിവെള്ളം കൊടുത്താൽ മതി. ഇതുകൊണ്ട് നോമ്പ് തുറന്നുകൊണ്ട് പറഞ്ഞാൽ അതിനൊന്നും ഇപ്പോൾ ആരും കിട്ടൂലല്ലേ, കാരൊക്കെ എല്ലാവരും കുത്താവുള്ളൂ. ഈത്തപ്പേ എല്ലാവരും തിന്നു, പിന്നെ ആരാ വെള്ളം കുടിച്ചാൽ മതി. അത് തൊമ്പറത്തി മതി, ഈത്തപ്പഴം വാങ്ങി കൊടുക്കാൻ മതി. ഞങ്ങളുടെ പണ്ടൊരു മൂപ്പുണ്ടായിരുന്നു, എന്താ ചെയ്യാറോ, ഈ തലമുമ്പിൻ്റെ തന്നെ പുതിയ കാരക്കേക്ക് ഇവിടെ എന്താ ആകെ കിച്ചും കാരക്കൊക്കെ വ്യാപകമായിരുന്നു. അന്ന് മൂപ്പര് ഒരു പൊതി കാരൊക്കെ എല്ലാവർക്കും ജസ്റ്റിനെ പോയി തകി കൊടുക്കും. നല്ല ഐഡിയാണോ? പക്ഷെ മൂപ്പർക്ക് നല്ല റെസിപ്പത്തിന് കൊടുക്കാൻ കഴിവുള്ള ആളെ തന്നെ കേട്ടോ. കഴിവില്ലാത്തതിലൂടെയാണ് നീ പറയുന്നത്. ഞാനെന്നും മുൻപ് അറിയാത്തതുകൊണ്ട് ഈ പരസ്യരോട് നിങ്ങൾക്ക് കുഴപ്പമില്ല മോനോ. ഇന്ന ആളെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാനീ പറഞ്ഞ കുറ്റാണെങ്കിലും കൂടിയിട്ട് ഇന്ന ആളെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് അത് ദൈവത്തിൽ പൊതുവെ അത് മനസ്സിലായോ? ഒരാൾ എന്നൊക്കെ പറഞ്ഞതിന് കുഴപ്പമില്ല. ഇന്നയാളെന്ന് പറഞ്ഞ് കുറ്റം പറയുമ്പോഴെന്താ ഉള്ളൂ, ദൈവത്ത് ആവുള്ളൂ. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരാളെങ്ങനെ പറയണം, ഒരാളെങ്ങനെ ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. ആരും ആളുകൾക്ക് തിരികെ ചെയ്യും. അല്ലാതെ വ്യക്തിത്വ പേര് എന്ന് വേണ്ട പറഞ്ഞാലും പ്രശ്നമാണ്. പറയുക ഇനി കേൾക്കണോ? പിന്നെ അതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ കയറും. വെറുതെ പറയല്ല, വെള്ളം കൊടുത്താലും മതി, ഈത്തപ്പായം കൊടുത്താലും മതി എന്ന് വെറുതെ പറയല്ല. അത് ലിമാ റൂബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെയുണ്ട്. എന്താ? അന്ന ബാല സ്വഹാബത്ത്, ചില സ്വഹാബികൾ കാല വന്നിട്ടൊക്കെ അങ്ങോട്ടും പറയാം, യാ റസൂലല്ലാ, അള്ളാൻ റസൂൽ ലേസ കുലുന യജിദുമാ യുഫക്തിറു ബിഹി സ്വൈമ, നോമ്പ് കാരണം നോമ്പ് ഉറപ്പിക്കാനുള്ള കഴിവില്ലാത്തവരും ഉണ്ടല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ. അതൊന്നും പയ്യനില്ല, അരസമപ്പി കൊടുക്കാനും പയ്യല്ലോന്ന് ഫകാലപ്പ തങ്ങൾ പറഞ്ഞു, എഴുത്തില്ലാവും ആദ സവാബ, ഇതേ കൂലി അല്ല കൊടുക്കും. മൻ ഫത്തറ സ്വായമൻ, നോമ്പുകാരനെ നോമ്പ് മുറിപ്പിച്ചവനിക്ക് അലാ തമ്പ്രത്തീൻ, ഈത്തപ്പഴത്തിൻ്റെ മേലോ അത് സുർബത്തിമായിൻ, അല്ലെങ്കിൽ മുറുക്ക് വെള്ളത്തിൻ്റെ മേലോ ഓ മതക്കത്തിൽ ലഭ്യനിൻ, അല്ലെങ്കിൽ പാല് കൊടുത്തോണ്ടോ നോമ്പ് മുറിപ്പിച്ചാലും ഇതേ കൂലി. ഇനി ഇവിടെ വേറൊരു വിഷയമുണ്ട് മോമിനിങ്ങളെ, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? ഇനി വലു കാന സ്വായ്മോ, നോമ്പുകാരനായാൽ അബദ്ധല സ്വഭാവം, നോമ്പിൻ്റെ കൂലിയെ ബാക്കിതാക്കുന്ന കാര്യം ചെയ്തിന്. നമ്മൾ ഈ നോമ്പ് ഉറപ്പിച്ച ആൾ നോമ്പിൻ്റെ കൂലിയൊക്കെ നിഷ്ഫലമാകുന്ന കാര്യങ്ങൾ ചെയ്ത ആളെയാണ് നോമ്പ് തുറക്കാൻ വിളിച്ചത്. അപ്പോൾ പിന്നെ ഓൻ്റെ കൂലി ഇങ്ങോട്ട് കിട്ടുന്ന ഓൻ അതേ കൂലി ഇല്ലല്ലോ. ഓൻ്റെല്ലേ തീർത്ത് പറയുന്നത്, നോമ്പ് എന്ന് തുറപ്പിച്ച ആള് നോമ്പത്തെ കൂലി പോണ പണിയൊക്കെ ചെയ്യുന്ന ആളാ. ഓൻ നോമ്പ് പിന്നിട്ട കാര്യത്താണ് ചിന്ത. മനസ്സിലായോ? അതിനെപ്പറ്റി പറയാണ്. ഫഹൽ ലേസരി മുഫ്തരി, ഓനെ നോമ്പ് മുറിച്ചോനിക്ക് കിട്ടുമോ മിസിൽ അജിരി, ഓൻ്റെ കൂലി പോലത്ത് കിട്ടുമോ? ഓലോ സുല്ലിമ സോമുഹു, ഓൻ്റെ നോമ്പ് സമ്മതിച്ചാലോ, ഓനെ നോമ്പന്നെ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ തർക്കമുണ്ട്. ഓലെ നോമ്പുണ്ടെന്ന് വെച്ചാൽ തന്നെ പിന്നെ കൂലി വില കിട്ടുമോ? ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയണത് ഇത്തരം കാര്യത്തിലൊക്കെ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് ഓമ്മികളെ, വല്ലോ ഇക്കുബി സാറ്റിൽ ഫദലി, അള്ളാൻ്റെ വിശാലമായ ഔദാര്യത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അഭിപ്രായം അൽ മൻസൂലു. നമ്മൾ 100 ആളെ നോമ്പ് ഉറപ്പിച്ചു, നമ്മളിപ്പോൾ ഒരു 100 ആളെ വിളിച്ചോ നോമ്പ് ഉറപ്പിച്ചു, 100 ആളെ കൂലി നമുക്ക് കിട്ടും. അതിനാ 100 ആളോ ഇത് ഈ നോമ്പിൻ്റെ കൂലിയെ ബാത്തിലാക്കണ കാര്യം നിങ്ങൾക്ക് അറിയോ? ഇപ്പം നമ്മൾ നല്ല ദീപത്ത് പറഞ്ഞൊക്കെ പറഞ്ഞില്ലേ, ദീപത്ത് എന്നൊക്കെ പറയാം, അതൊക്കെ നോമ്പിൻ്റെ കൂലി ബാത്തിലാക്കുന്നുണ്ട്. സംസം വിസ്തരണ സഹായമാണ് അതീസതിയിൽ പറഞ്ഞത്. അവിടെ 5 കാര്യങ്ങൾ നോമ്പുകാരൻ്റെ നോമ്പിനെ നിഷ്ഫലമാവും. ദീപത്ത്, നമീമത്ത്, ഹിദുബ്, കള്ളസാക്ഷ്യം. പിന്നെ ഒരു റിപ്പോർട്ടിൽ നോട്ടം, ഹറാമായ നോട്ടം എന്നുണ്ട്. റുബിയിലൂടെ 5 കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് വിശദീകരണം ഉണ്ട്. ഗീബത്ത് ഇപ്പോൾ പറയാൻ പറ്റുന്നോ പറ്റില്ല എന്നിട്ട് നമ്മൾ പറഞ്ഞത്, ഗീബത്ത് നോമ്പ് പറ്റാണ്ട് പറ്റില്ല, പറ്റില്ല. അല്ല പേരെടുത്ത് പറഞ്ഞിട്ടില്ല തന്നെ ഗീബത്താവുള്ളൂ. പേരെടുക്കാതെ പറഞ്ഞാൽ ഗീബത്താവില്ല. ഒരാൾ നന്നാണ് ഗീബത്താവില്ല. പിന്നെ വയമാത്ത പറഞ്ഞു പറയുമ്പോഴേ എന്താ ഉള്ളൂ, ഗീബത്താവുള്ളൂ. ആ ഗീബത്ത് പറയാൻ പറ്റുക പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് നിർബന്ധ ഗീബത്ത് പറയണമെന്നാണേ പറയുന്നത്. നിർബന്ധമായി രാജ്യത്തെ സാധാരണ മനസ്സിലാകുന്നപ്പോ
ഞാൻ ആ പറഞ്ഞത് നിങ്ങൾക്ക് വല്ലതും ഉണ്ടോന്നോ നോക്കിയേ. നിർബന്ധമായ ഗീബത്ത് പറഞ്ഞാൽ കൂടി പോവില്ല. ഹലാല ഗീബത്തുണ്ട്, നിർബന്ധമല്ല, ഹറാമല്ല, ഹലാലായത് അത് പിന്നെ പറയാതിരിക്കണം തന്നെയാണ് നോമ്പ് വെച്ചത്. പക്ഷെ അത് പറഞ്ഞാലും പൂരി പോകില്ല എന്ന് പറയും. ഹലാലായത് പറഞ്ഞാലും പൂരി പോകില്ല, നിർബന്ധമായത് പറഞ്ഞാലും എന്താവില്ല. ഇതൊക്കെ വളരെ വിഷമമായിട്ട് തവര് പറഞ്ഞാൽ എൻ്റെ ബാബ പറയില്ല. ഹറാമായ ഇരുപത്തി പറഞ്ഞാലാണ് എന്താകുക. അന്ന് നിർബന്ധമായ ദൈവത്തിൻ്റെ ഉദാഹരണം ഞാൻ തന്നില്ല. ഒരു പെൺകെട്ടുകാരിയാണ് പുതിയാപ്പിളെ പറ്റി അന്വേഷിക്കുമ്പോൾ പറഞ്ഞത് നിർബന്ധമായ കാര്യം ചെയ്തതിന് നോമ്പിൻ്റെ കൂലി പോലെ. ഈ ഹലാലായ ദൈവത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 6 സന്ദർഭത്തിൽ ദൈവത്ത് ഹലാലാവും വലിയ ചിലത് നിർബന്ധമാണ്. അതേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മറ്റൊരു ദിവസം പറയാം. ഒക്കെപ്പാടെ പറഞ്ഞാൽ ഏതും മനസ്സിൽ വരില്ല. ഏതായാലും ഹലാലായ ദൈവത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്താ വെച്ചാൽ അതിലിങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് നമ്മെ ഒരാളെ ദ്രോഹിക്കുന്നുണ്ട്, അത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് പറയണം, ഓനെങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടി, അതുകൊണ്ട് ഇഷ്ടമുണ്ടാവോ? ഈപത്തല്ലേ നമുക്ക് ജായിസ അവിടെ ഈപത്താണെന്ന് പറഞ്ഞ ഉത്തരം നമുക്ക് പിന്നെ അതൊക്കെയാണ് ഹലാലായ ഈപത്ത്. അല്ലെങ്കിൽ മൗലവിയോട് ഫത്വ ചോദിക്കണം. ഒരാൾ ഇന്നെന്മാർക്ക് ചെയ്തു, അതിൻ്റെ വിജയം താട്ടി ചോദിക്കണം. എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി ഇന്നാൾ ഇന്നമാർക്ക് ചെയ്തു. അവിടെയൊക്കെ പറ്റുമെങ്കിൽ പേര് പറയാതെ ഒരാൾ എന്നോട് പറയാനായിട്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഹലാലായ ദൈവത്തുണ്ട്, നിർബന്ധ ദൈവത്തുണ്ട്, ഒക്കെ ഉണ്ട്, നോണി അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലാക്കുക. അങ്ങനെ ഹലാലായതാണ് പറഞ്ഞെങ്കിൽ കൂലി പോവില്ല. ഹറാമായത് പറഞ്ഞാൽ കൂലി എന്തോ ഓ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോമ്പ് നമ്മൾ കളവ് കൂട്ടണ്ട, നോമ്പ് പൂർണ്ണമാവും. ഉദ്ദുടുക്കും വേണ്ട, ആർക്കെല്ലാത്തിനും നോമ്പ് കസ്തും വേണ്ട. ഇത് ഈപത്ത് പറഞ്ഞാല് പക്ഷെ കൂലി ഉണ്ടാവില്ല. അങ്ങനത്തോലെ വിളിച്ചാണ് നോമ്പ് വർദ്ധിച്ചാൽ നോമ്പ് നോറ്റോന് കൂലി ഉണ്ടാവില്ല, പുറപ്പിച്ചോണ്ട് കൂലി ഉണ്ടാവും ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ ചർച്ച ഇതൊക്കെയാണ് ചർച്ച. മമ്മി ഒരു സുന്നത്തിനും പറയണം, ഒറ്റ സുന്നത്തിനും പറയണം. കാരണം ഇത് നിർത്തി വേറെ ചർച്ചയ്ക്കുമ്പോൾ പോകേണ്ട ടൈമായി. റമളാൻ ഇവിടെ കഴിച്ചാണ് നോമ്പിൻ്റെ സുന്നത്ത് അനുസരിച്ച് വരുന്നതൊക്കെയാണ്. ഇനി പ്രധാനപ്പെട്ട സുന്നത്ത് വരാൻ പോണതോ വയസ്സന്നോ യുദ്ധത്തട മുടുക്കായ സുന്നത്താണ്. പിന്നെ ഐസ സോമം നോമ്പിൻ്റെ കെയർ ഓഫ് കൂടെ വളരെ മുടുക്കായ സുന്നത്താണ്. എന്തായാലും അങ്ങനെ പറയണേ അല്ലാന്ന് വെച്ചാൽ ഏകാര്യം ഇതൊക്കെ സുന്നത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. നോമ്പിൻ്റെ കെയർ ഓഫ് കൂടെ മുടുക്കായി വരികയും ചെയ്യും. അങ്ങനത്തെ സുന്നത്ത് എന്താ അറിയോ, യുക്കുസിറ സ്വതക്ക വർദ്ധിപ്പിക്കുക. ഇപ്പോൾ തിലാവത്തിൽ ഖുറാനോത്തും വർദ്ധിപ്പിക്കുക നോമ്പ് പറ്റുക. അത് നോമ്പല്ലാത്തപ്പോൾ സുന്നത്ത് തന്നെയല്ലേ. നോമ്പിൻ്റെ കെയർ ഓഫ് കൂടെ മുടുക്കായ സുന്നത്ത. പിന്നെ ഇത്തിക്കഫും പറയാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ പൂച്ചകൾ എത്തിച്ച് തീർക്കാൻ സമയം എന്താണ് നിങ്ങൾ സ്വതക്കരെ പറ്റി പറഞ്ഞിട്ട് എന്താ പറഞ്ഞറിയോ. പിന്നെ അവിടെ എങ്ങനെയും പറയുന്നത് വൽജൂദ് എല്ലാ ഉദാരതയും വർദ്ധിപ്പിക്കുക. ഇപ്പോൾ സിയാത്ത തൗസ്യത്തിൽ നയ്യാരി ആശ്രിതർക്ക് വിശാലമായിട്ട് ഭക്ഷണം കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് കുട്ടിയൊക്കെ ഉണ്ടല്ലോ ഉഷാറാക്കി തീർക്കുക. പിസ്കത്തരം കാട്ടരുക, നല്ല ഫിത്തൊക്കെ കൊടുക്കുക. അത് അഹ്റബിയുടെ സുന്നത്താണ്. പിന്നെ അതുപോലെ തന്നെ ലൈസാൻ നല്ല പുണ്യം ചെയ്യല ദവില്ല റഹമി കുടുംബക്കാരിലേക്കൊക്കെ ചേരാനി അയൽവാസികളിലേക്കൊക്കെ നല്ലോണം ഉഷാറാക്കി കൊടുക്കുക. റമളാൻ മാസം വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ലിഹവരി സ്വയേനി ഹദീസുണ്ട്. അന്നൂസ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾക്കാണ് അജൂദന്നാസ് ഹൈരി ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉദാരനായിരുന്നു. അപ്പോൾ കാരണം അജൂദമായ എപ്പോഴും ഫി റമളാൻ മാസത്തിൽ നബിതങ്ങൾ ഉദാരരാകുന്നതിൽ വെച്ച് ഏറ്റവും ഉദാരരാകുമായിരുന്നത് എന്നെ എൽത്താവ് ജിബിരിൽ ഇസ്ലാം കണ്ടുമുട്ടുമ്പോഴാണ്. ജിബിരിൽ വന്നിട്ട് ഖുർആൻ ഓതി കൊടുക്കലുണ്ട്. അവതരിപ്പിച്ചിടത്തോളം ഖുർആൻ നബിതങ്ങൾക്ക് ഓതി കൊടുക്കും. ആര്? ജിബിരിയിൽ. നബിതങ്ങൾ അങ്ങോട്ട് ഓതി പോകും ജിബിരിയിൽ. വേവുണ്ടോ അങ്ങനെയൊക്കെ ഒരു പരിപാടി എല്ലാ റമളാനിലും അങ്ങനെയൊക്കെ നടക്കും. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ദാനധർമ്മങ്ങളാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്തിരുന്നതെന്നാണ്. പിന്നെ എല്ലാവരും പോയിന്റ് വൽ മഅന ഫി ദാലിക അതിലടങ്ങിയിട്ടുള്ള തത്വം. നോമ്പു കാലത്ത് നല്ലോണം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്ന കാരണം അതിൻ്റെ മഅന തഫ്രീഉ ഖുലൂബി സ്വാമിന നോമ്പ് നോറ്റ ആളുകളുടെ ഹൃദയങ്ങളെ മുക്തമാക്കി കൊടുക്കുക. വൽ ഖായിമീന കായ്മീങ്ങൾക്ക് രാത്രി ആരാധന നിരതരായി കൈസ് കൂട്ടുന്ന പുണ്യ റമളാൻ മാസത്തിലുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കി കൊടുക്കുക ഹൃദയങ്ങളെ. എന്തിനത്തോടെ ഒഴിവാക്കി? ഇബാദത്തിലേക്ക് ഇങ്ങോട്ട് ഇതൊക്കെ ഹാജത്തൊക്കെ ഒഴിവാക്കി കൊടുത്ത് അവർക്ക് പണിക്കൊണ്ട അവസ്ഥ ഉണ്ടായത്. അവർക്ക് നല്ലോണം കായും പേശയും കിറ്റൊക്കെ കെട്ടിയിട്ട് അവർക്ക് ഇബാദത്ത് തന്നെ ഈത്തിക്കാപ്പ പറയാമോ? നാളെ നമുക്ക് ഇൻഷാല്ലാ ഈത്തിക്കാപ്പിനെ പറ്റി പറയാം. കുറച്ച് ഇഷ്ടമായിട്ട് പറയുന്നുണ്ട്. ആ ഈത്തിക്കാപ്പ തന്നെ ഇരിക്കുകയാണെങ്കിൽ പണിപ്പോയാൽ തന്നെ ഈത്തിക്കാപ്പ് ഇരിക്കാൻ കഴിയുമോ? റമളാൻ മാസത്തിൽ പാവങ്ങൾക്ക്
പള്ളിയിൽ തന്നെ ഇതിയാകിരുന്ന് ഖുർആൻ ഓതി എന്നെ പുത്തരക്കണം, അതാണ് അതിൻ്റെ സുന്നത്ത്. അങ്ങനെ ചെയ്യണം തോന്നിയ ഒരാൾക്ക് പണിക്കും പോയി കാരണമായിട്ട് മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഇഷ്ടം പോലെ കൊടുക്കണം. അങ്ങനെ റമദാൻ മാസത്തിൽ പണിക്കൊന്നും പോകാതെ ഇരിക്കുകയും ഓൽക്കെല്ലാവരും കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് പല സ്ഥലം. കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ റമദാൻ മാസത്തിൽ കൂലിപ്പണിക്ക് പോകുന്നില്ല, ഇബാദത്തിനായിട്ട് തിരിയാണ്. അത് കണ്ടറിഞ്ഞ ആളുകൾ അവർക്ക് ധർമ്മം ചെയ്യുക, പൈസ കൊടുക്കുക, കൊടുക്കുക, ഇതൊക്കെ ഇതിൻ്റെ തത്വങ്ങളിൽപ്പെട്ടതാണ്.